ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുകയാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് മുരാരി ബാബു, സുധീഷ് കുമാർ, വാസു. വിക്കറ്റുകൾ ഒന്നൊന്നായി തെറിച്ചു. അടുത്ത വിക്കറ്റ് പത്മകുമാറിൻ്റേത്. എന്നാൽ ക്രിക്കറ്റിൽ പരിക്ക് പറ്റി പിന്മാറുന്നത് പോലെ പത്മകുമാർ മുങ്ങി. ചോദ്യം ചെയ്യലിനായി SIT നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് പത്മകുമാർ ഒളിവിൽ പോയത്. അതേസമയം കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് വിലക്ക്. ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ SIT നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടി. ഇപ്പോഴിതാ ഇരുട്ടടിയായി EDയും രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയിൽ FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. റാന്നി മജിസ്ട്രേറ്റ് കോടതി FIR നിഷേധിച്ചതിനെ തുടർന്നാണ് ഹർജി. കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്നും ED. പത്മവ്യൂഹത്തിന് പുറത്തെന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി രജിത് രവീന്ദ്രൻ, ഇടത് നിരീക്ഷകൻ രാജേഷ് ചെറപ്പാട്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ് അതിഥികൾ. ആദ്യം രജിത്തിലേക്ക്. രജിത്ത്, ഇപ്പോൾ പത്മകുമാർ മുങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ EDയും രംഗത്ത് വന്നിരിക്കുന്നു. എങ്ങനെ കാണാം? ഇത് വ്യക്തമായും ഇത്തരത്തിലേക്ക് കടന്നു പോകുമെന്ന് ചിന്തിച്ചതും നമ്മൾ കഴിഞ്ഞ ഡിബേറ്റിലൊക്കെ ചർച്ച ചെയ്തു തന്നെയാണ്. ഈ പത്മകുമാർ മുങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് ഒരു പത്മകുമാറിൽ ഒതുങ്ങുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ വലിയ അംഗങ്ങളിലേക്കും വകുപ്പ് തല മന്ത്രിയിലേക്കൊക്കെ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. N. വാസുവിലേക്ക് കടന്നു വരുന്ന സമയത്ത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ഇത്രയും ഏറ്റവും നല്ല മനുഷ്യനെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏറ്റവും അത്രയും നല്ലവനായ ഉണ്ണിയെ അറസ്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം, വിശ്വാസികളല്ലാത്ത ഒരു വിഭാഗം ഭരണതലത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്നുള്ളത്. അവർക്കാർക്കും വിശ്വാസത്തിലേക്കൊന്നും വിശ്വാസ തലത്തിലേക്കൊന്നും അവരെ കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ കാര്യമാണ്. ആ സ്വർണത്തിനെ കാണുമ്പോൾ കട്ടെടുക്കാനൊക്കെ അവർക്ക് സാധാരണ നിലയിലേക്കൊക്കെ തോന്നും. കോടതി പറഞ്ഞതുപോലെ കള്ളന്മാരിലേക്ക് താക്കോൽ ഏൽപ്പിക്കുന്ന സമയത്തേക്ക് ഈ കള്ളന്മാർ ഇതിനെ ഏത് തരത്തിലേക്കാണ് ഇത് മുഴുവൻ കട്ടെടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. മുൻപ് പത്മകുമാറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പത്മകുമാറിന് ഈ കട്ടെടുക്കുന്നതിന് മുൻപ് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. മുൻപ് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. യുവതി പ്രവേശന സമയത്ത് ശബരിമലയിലേക്ക് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എല്ലാം നമ്മൾ കണ്ടതാണ്, അത് ചർച്ച ചെയ്തതാണ്. അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പന്തളം രാജകുടുംബാംഗം വന്നു, മറ്റേ BJP പ്രതിനിധിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന വിഷയത്തിലേക്ക് വരുന്നതടക്കം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അയ്യപ്പന് വേണ്ടി ഘോരഘോരം വാദിച്ച ആളാണ് ശ്രീ പത്മകുമാർ. അപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് വെള്ളപൂശാനായി CPMഉം LDF സർക്കാരും വലിയ കാര്യമായി ശ്രമിച്ചു. അതേ സമയത്തിൽ പത്മകുമാറിലേക്ക് എത്തിപ്പെടുന്നു, ശ്രീ ജയശ്രീയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു. ജയശ്രീ മുൻകൂർ ജാമ്യം ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് തടയുകയും ചെയ്തു. അതേസമയം ED രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച സമയത്തൊന്നും രാജീവ് ചന്ദ്രശേഖരൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലിരുന്ന് കൈകൊട്ടി മുദ്രാവാക്യം വിളിച്ച സമയത്ത് ED വന്നില്ല. കറക്റ്റ് ഈ പറയുന്ന കോർപ്പറേഷൻ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ED കടന്നു വരുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും വിശ്വാസികൾക്കും മനസ്സിലാവും. ഇവർ തമ്മിലുള്ള അന്തർധാരയും വ്യക്തമാണ്. ഇനി എത്ര സീറ്റുകൾ തമ്മിൽ വച്ച് മാറുന്നു, ഏതൊക്കെ കോർപ്പറേഷനുകൾ ഏതൊക്കെ പഞ്ചായത്തുകളുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ വലിയൊരു വിശ്വാസി സമൂഹമുണ്ട്. അവരിതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രധാനമായും പറയാനുള്ളത്, ഈ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. BJPയുടെ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വളരെ ചുരുക്കം ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം അവിടുത്തെ ഔദ്യോഗിക പക്ഷവുമായി നിരന്തരം പ്രയാസത്തിലാണ്. അവർ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്തരം നിരന്തര സമ്മർദ്ദങ്ങൾക്ക് പോലും പിണറായി സർക്കാർ, ഈ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ ഭയപ്പെടുന്നത് മറ്റെന്തോ ആണ്. കാരണം വേറെ ചില കാര്യങ്ങളും കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. VS പ്രശാന്താണ് ഇപ്പം ഈ 1 2 അടുത്ത 3ാം ഘട്ടത്തിലേക്ക് VS പ്രശാന്തിലേക്ക് എത്തുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 3ാം ഘട്ടത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമാണ്. ദേവസ്വം മന്ത്രിയിലേക്ക് തന്നെയാണ് ഇത് എത്തിച്ചേരാൻ പോകുന്നത്.
കഴിഞ്ഞ കാലയളവിൽ നടത്തി വന്നിരിക്കുന്ന ഈ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവന്നതൊന്നും തന്നെ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല വന്നത്. ഇത് വന്നിരിക്കുന്നത് കോടതി ഈ വിഷയം വളരെ കാര്യമായി എടുത്തതിന് ശേഷം SIT രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. SIT ഈ മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെ നടത്തിയ FIR-ൽ വെച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ കൃത്യമാണ്. അവരത് മോഷണം നടത്തി എന്ന് പറയുന്നത് കൃത്യമായി അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നതും അത് ചെമ്പാണ് എന്ന് മനഃപൂർവ്വമായി എഴുതി ചേർത്തിരിക്കുന്നതും കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവരെ ശിക്ഷിക്കുക, തുറങ്കിലടയ്ക്കുക, ഇതിൻ്റെ മന്ത്രിതലത്തിലുള്ള പങ്കാളിത്തം അന്വേഷിച്ച് അവർക്കും ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവിടെ അതേസമയം ED-യെ കൊണ്ടിറക്കി പെട്ടെന്നൊരു ഗിമിക്സ് കാണിച്ച് ഇലക്ഷൻ നേരിടാനാണ് BJP-യുടെ ശ്രമമെങ്കിൽ അതും വിശ്വാസികൾ കാണുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. യെസ്, രാജേഷ് ചിറപ്പാട്, ഇവിടെ ഇപ്പോൾ ED കൃത്യസമയത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ പത്മകുമാർ ഈ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിലും അദ്ദേഹം ഇത്തരത്തിൽ ഒരു അസൗകര്യം പറഞ്ഞ് മാറിയിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഒരു ബന്ധുവിൻ്റെ മരണം പറഞ്ഞുകൊണ്ട് സാവകാശം ആവശ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം മുങ്ങിയ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിലേക്ക് തന്നെ എത്തുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. എങ്ങനെ കാണാം ഈ അവസരത്തിൽ? ഇതിനെ സംബന്ധിച്ച് മുൻപൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. പത്മകുമാർ മുങ്ങി എന്ന് നിങ്ങൾ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ളൊരു വാർത്താ ചാനലുകളിലോ മറ്റ് വാർത്താ സംവിധാനങ്ങളിൽ നിന്നോ അങ്ങനെയുള്ളൊരു വാർത്ത ഈ സമയം വരെ ആരും അങ്ങനെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു ഭാഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഭാവനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്നില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇവിടെ എൻ്റെ സ്നേഹിതനായിട്ടുള്ള കോൺഗ്രസിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അറസ്റ്റ് എന്നുള്ളതല്ല അതിൻ്റെ അകത്ത്. ചോദ്യം ചെയ്യാൻ അതിപ്പോൾ ആരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ടത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ആ ഒരു കേസ് ഞാൻ പറയട്ടെ പറഞ്ഞു. ആദ്യം ഈ വാസുവിൻ്റെ ഘട്ടത്തിലാണല്ലോ ആരുടെ ഘട്ടത്തിലാണല്ലോ ഇത് തന്നെയാണ് കാര്യം. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റ് എന്നുള്ള നിലയിലാണ്. അല്ലെങ്കിൽ പത്മകുമാർ എവിടെയോ മുങ്ങി എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുക, അല്ലെങ്കിൽ മേക്ക് ചെയ്യുക, സൃഷ്ടിക്കുക, ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത് ഒരു ഇപ്പം നിരന്തരം നിങ്ങളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലൊരു കൃത്യമായൊരു രാഷ്ട്രീയമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ എത്രമാത്രം വോട്ടായി വരുമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡിയാണ്. അത് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് CPM-ൻ്റെ നേതാക്കന്മാർക്കെതിരെ, മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ, ദേവസ്വം മന്ത്രിക്കെതിരെ അതിലേക്കൊക്കെ ഈ അന്വേഷണം എത്തിക്കൊണ്ട് ഇതിനെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി CPIM-നെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അത് ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിലാക്കി നിർത്താനുള്ള ഒരു തരത്തിലുള്ള ഗൂഢാലോചനയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം. പക്ഷേ അതിനുശേഷം മുരാരി ബാബു വരുന്നു, പിന്നെ വാസുവിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഇത്തരത്തിലുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ED-യും വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും അന്വേഷണത്തെ തടയുന്ന രീതിയിലോ ഇടപെടുന്ന രീതിയിലോ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പോലീസ് തന്നെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് ഇത് കൃത്യമായി അന്വേഷിച്ചു കൊണ്ടുപോകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ഇതിനെയൊന്നും മാനിക്കാതെയല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കണ്ടേ നമ്മൾ. അപ്പം ഇതിനെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ് ഇതിൽ പ്രതിക്കൂട്ടിലാക്കാനോ ഏതെങ്കിലും മന്ത്രിമാർ അല്ലെങ്കിൽ CPIM-ൻ്റെ നേതാക്കന്മാരെയൊക്കെ ഇതിനകത്ത് പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ഒരു നിർമ്മിതി, ഇത്തരത്തിലുള്ളൊരു വാർത്താ നിർമ്മിതിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ഒരു വലിയ ഇലക്ഷൻ നടന്ന്, ബീഹാർ പോലൊരു ഇലക്ഷൻ നടന്ന് വലിയ തരത്തിലുള്ള മതനിരപേക്ഷ കക്ഷികൾക്ക്, ഇന്ത്യ മുന്നണിക്ക് വലിയ തരത്തിലുള്ള കോട്ടം നിർത്തിയിരിക്കുന്ന വളരെ കൃത്യമായി ക്ലിയർ കട്ടായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാവിലെ ചർച്ച ചെയ്താലും എല്ലാ വളരെ പ്രധാനപ്പെട്ട ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ ഒരു പ്രശ്നമേ അല്ല. നിരന്തരം ഈ മതനിരപേക്ഷ കക്ഷികളെ അവർ തന്നെ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ED വരുന്നു. ED ഇപ്പം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ, ഭയം ഉണ്ടാകേണ്ട കാര്യം ആർക്കുമില്ല. കാരണം എൻഫോഴ്സ്മെന്റ്
ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇ ഡി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം, ഇടതുപക്ഷത്തിനും അറിയാം, യു ഡി എഫിനും അറിയാം, എൽ ഡി എഫിനും അറിയാം എങ്ങനെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ബി ജെ പിയുടെ ചട്ടവുമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങൾ യു ഡി എഫിലെ ഇന്ത്യയിലെയും കേരളത്തിലെയും നേതാക്കന്മാർ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഏതെല്ലാം തരത്തിലാണ് ഇ ഡി കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ നീങ്ങിയിരിക്കുന്നത്. അതിലെവിടെയെങ്കിലും ഒരു തെളിവ് ഇ ഡി അന്വേഷിച്ചതിൽ എത്ര ശതമാനം കേസുകൾ അവർക്ക് ഒരു ജെനുവൻ കേസ് എന്നുള്ളത് അല്ലെന്ന് ഇ ഡി വന്നതുകൊണ്ട് അത് വലിയ വാർത്തയാകേണ്ട ഒരു വിഷയമല്ല. കാരണം ഇ ഡി അന്വേഷിച്ചതിൽ നിന്ന് എത്ര ശതമാനം, കേവലം 3% മറ്റുമാണ് ഇ ഡി കൊടുത്ത് ഇതിൽ ജെനുവനായിട്ടുള്ള സംഭവങ്ങളുള്ളത് അല്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇ ഡി വന്നതുകൊണ്ട് ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നില്ല. സംസ്ഥാനങ്ങളിലെ പോലെയല്ല. ഏതായാലും താങ്കളിലേക്ക് വരാം. ഇ ഡി വന്നതുകൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാവും. സർ എ ജി ജോർജ്, ഇവിടെ ഇപ്പോൾ ഇ ഡി പറഞ്ഞിരിക്കുന്നത് FIR-ന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ഡി ഹൈക്കോടതിയോട്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്നാണ് ഇ ഡി പറയുന്നത്. അപ്പോൾ റാന്നി മജിസ്ട്രേറ്റ് കോടതി FIR നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ ഹർജി നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അപ്പോൾ ഇ ഡിയെ പറ്റി ഇപ്പോൾ ഇടത് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇ ഡി എത്ര കേസ് തെളിയിച്ചു എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. മറുപടി ഇതിനകത്ത് ഇപ്പോൾ അന്വേഷണം ഒരു സാധാരണഗതിയിൽ നമുക്ക് വിശ്വാസയോഗ്യമായ മട്ടിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ പൊതുസമൂഹം വിശ്വസിച്ചിരിക്കുന്നത്. അത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ഗവൺമെന്റ് നിയോഗിച്ച സമിതിയൊന്നുമല്ല അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ തന്നെ ഒരു റിപ്പോർട്ടൊക്കെ തട്ടിക്കൂട്ടി അവർ കൊടുത്ത് എല്ലാവരെയും കുറ്റവിമുക്തരാക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷമായി ഈ പിണറായി സർക്കാർ നടത്തിയ പല അന്വേഷണ കമ്മീഷന്റെയും ഗതി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ കൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ റിപ്പോർട്ടുകൾ അട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കേസിന്റെ അന്വേഷണ സമയത്ത്, അതായത് കാലാകാലങ്ങളിൽ ഈ അന്വേഷണ കമ്മീഷൻ നേരിട്ട് ഇടക്കാല റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി നിരീക്ഷണം നടത്തിയത് നമ്മൾ ആരും മറന്നിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. ആ നിരീക്ഷണത്തിൽ എന്താ പറഞ്ഞത്, ഇത് അന്തർദേശീയമായ പ്രത്യാഘാതങ്ങളുള്ള കള്ളപ്പണം വെളുപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊന്നും അല്ല പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പതിവ് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിഷയം, അതായത് PML ആക്ട് എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രകാരം അന്വേഷിക്കാൻ അധികാരപ്പെട്ട ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നത്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ മേന്മ കൊണ്ടോ കോട്ടം കൊണ്ടോ ഒന്നും ആണെന്ന് നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലുള്ള വിശ്വാസ്യതയൊക്കെ കുറെ കാലമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, CBI തുടങ്ങിയതായിട്ടുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം പുലികളാണ്, വന്നു കഴിഞ്ഞാൽ ഉടനെ ഇരയും കൊണ്ട് പോകും എന്നൊക്കെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇപ്പൊ മാറി. നമ്മൾ നിരവധി, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നതുകൊണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയാകും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കഴിഞ്ഞ പല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണങ്ങളുടെ ഗതി അറിയാവുന്നവരാണ് ബിനുവും എന്നോടൊപ്പം ഈ പാനലിൽ ഇരിക്കുന്ന മറ്റാളുകളും പൊതുസമൂഹവും. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായി ഒരു അന്വേഷണം നടത്തുന്നു. അവർക്ക് പരിമിതികളുണ്ട്. കാരണം അവർക്ക് ഈ അമ്പല വിഴുങ്ങികളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. അമ്പലത്തിൽ നടന്ന തീവട്ടിക്കൊള്ളയെ കുറിച്ചൊന്നും അവർക്ക് അന്വേഷിക്കാൻ അവരുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല. അവരിതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതിലുൾപ്പെട്ട ആളുകൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അവർ പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. അതങ്ങനെ നടക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം അതുകൊണ്ട് മാറുന്നില്ലല്ലോ. ഇപ്പോൾ ബിനു തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പത്മകുമാർ പത്മവ്യൂഹത്തിന്റെ വെളിയിൽ നിൽക്കുന്നു, എപ്പോഴാണ് അകത്ത് കയറുന്നതെന്ന് അറിയില്ല എന്നാണല്ലോ താങ്കൾ കൊടുത്തിരിക്കുന്ന ഇന്നത്തെ വിഷയത്തിന്റെ ടൈറ്റിൽ. ഇവിടെ പത്മവ്യൂഹത്തിനകത്താകാൻ വലിയ താമസമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ചർച്ച ചെയ്താണ് മുൻ പ്രസിഡന്റ് ആയിരുന്ന N. വാസുവിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച്. ആശങ്കയും സംശയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച്. എന്നാൽ കൃത്യമായി 2-3 വട്ടം നിരന്തരമായി ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ കമ്മീഷന്റെ ഉചിതമായ നടപടി എന്ന രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ലോക്കപ്പിലാണ്.
അതേ പ്രക്രിയ തന്നെയാണ് ഈ പത്മകുമാറിന്റെ കാര്യത്തിലും അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറിന് തന്നെ 2-3 നോട്ടീസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു തവണ എന്തോ അസുഖമാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യങ്ങളുണ്ടെന്നോ ഒക്കെ പറഞ്ഞു. പക്ഷെ അത് എത്ര പ്രാവശ്യം പറയാൻ പറ്റി? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അന്തിമമായി അദ്ദേഹത്തിന് ഹാജരാകാനായി നോട്ടീസ് വീണ്ടും കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ഒളിവിലോ മറവിലോ ഒന്നും കഴിയാൻ സാധ്യമല്ല. ആദ്യത്തെ ഒരു പടി എന്ന രീതിയിൽ അദ്ദേഹത്തെ 1-2 ദിവസങ്ങൾ നിരന്തരമായി ചോദ്യം ചെയ്തതിനു ശേഷം തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ പങ്കാളിത്തം സംശയാതീതമായി തെളിയത്തക്ക രീതിയിലാണ് FIR-ഉം നാളിതുവരെ നടത്തിയ അന്വേഷണത്തിനകത്തെ റിപ്പോർട്ടിലുള്ളത്. കാരണം 2019 ഇതിന്റെ ഈ കൊടും കൊള്ള നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. ആ ഒരു നാൾ വഴി പരിശോധിച്ചിട്ട് വേണം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. 2016 മുതൽ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആരുടെ സർക്കാരാണ്? പിണറായി സർക്കാരാണ്. 2016 മുതൽ 1-ാം ഊഴം കഴിഞ്ഞ് ഇപ്പോൾ 2-ാം ഊഴവും പൂർത്തീകരിക്കാനിരിക്കുകയാണ്. ഈ സമയത്താണല്ലോ ഈ സംഭവം നടന്നത്. 2019 കമ്മീഷണറായിരുന്ന വാസു ആ സമയത്ത് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ A. പത്മകുമാർ. അപ്പോൾ വാസു കാണിച്ചതായിട്ടുള്ള കൊള്ളകൾക്കെല്ലാം ഉത്തരവാദിത്തം അന്ന് പ്രസിഡന്റ് ആയിരുന്ന ആളിനുണ്ട് എന്നുള്ളത് കേവലമായ ഒരു സമവാക്യമാണ്. അത് മനസ്സിലാക്കാനായിട്ട് അതിബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പൊ വാസു അറസ്റ്റിലായപ്പോൾ സ്വാഭാവികമായി വാസുവിന്റെ മേലുദ്യോഗസ്ഥൻ എന്ന് കരുതാവുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സർവാധികാരി എന്ന് കരുതാവുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇക്കാര്യത്തിൽ കൈയുണ്ട്, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അറിവുണ്ട്, അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പ്രതിപട്ടികയിലുള്ളയാളാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്നിരിക്കുന്ന ഇപ്പോൾ അദ്ദേഹം സത്യസന്ധനാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിലും നിഷ്കളങ്കനാണ് എന്നൊക്കെ പറഞ്ഞ് മറുകണ്ഠം ചാടി വന്ന ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ മെനഞ്ഞാന്ന് പൂർത്തിയാക്കി ഇറങ്ങിപ്പോയാണ് ശ്രീ പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹവും മിക്കവാറും അടുത്ത 3-ാം ഘട്ടത്തിൽ ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും. അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ മുൻകൂട്ടി പ്രവചിക്കാൻ ശ്രമിക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലായി അല്ലെങ്കിൽ 2019 മുതൽ ഇപ്പോൾ 6-7 വർഷങ്ങളായി നടന്ന കൊടും കൊള്ളയെ കുട്ടി ഈ തീവെള്ള കൊള്ളയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ആ കാലഘട്ടത്തിലിരുന്ന ഉദ്യോഗസ്ഥന്മാരും അതിന് മേൽനോട്ടം വഹിച്ചതായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പങ്കാളികളാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ്. അത് ചില ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ EDയുടെ ഇപ്പോഴത്തെ വരവും ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടപാട് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ളൊരു വരവാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ സാന്നിധ്യമടക്കം പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശ കേസിൽ കള്ളപ്പണ ഇടപാടിനുള്ള വലിയ സാധ്യതയായി കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള കള്ളക്കടത്താകുമ്പോൾ അത് വലിയ തീവെട്ടിക്കൊള്ളയാണ്, രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത്. സ്വാഭാവികമായും അതിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിൽ വൻമരങ്ങൾ പലതും കടപുഴകും എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. ഹൈക്കോടതി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശബരിമലയിലെ മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്ന്. അതൊരു സർക്കാരിനെതിരെ വളരെ പരസ്യമായി ഹൈക്കോടതി അങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ ആയിരിക്കുന്ന സർക്കാരിലെ ആ ഉത്തരവാദിത്ത പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് യാതൊരു കഴിവ് ഇല്ല എന്നല്ലേ അതിനർത്ഥം. ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ മറ്റ് കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ സർക്കാർ നടത്തുമോ എന്നുള്ളൊരു ഹൈക്കോടതിയുടെ ഒരു ഭയം തന്നെയല്ലേ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ തന്നെയല്ലേ അതിന് ആധാരമാകുന്നത്. അപ്പോൾ ഈ രാജ്യാന്തരമായ ഒരു കള്ളക്കടത്ത് സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശബരിമല പോലുള്ള ഒരു വിഷയങ്ങളിൽ നമ്മൾ തുടക്കം മുതൽ മുരാരി ബാബുവിൻ്റെ വിഷയം മുതൽ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ സമ്പന്നരായ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കൊക്കെ വളരെയധികം വിശ്വാസമുണ്ട്. ശബരിമല അയ്യപ്പനെ വളരെ വിശ്വാസമുണ്ട്. അപ്പോൾ ഇത്തരം വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തുടക്കം മുതൽ ഇത്തരം ഈ
സ്വർണ്ണപ്പാളി കൊണ്ടുപോയി മറ്റ് സമ്പന്നന്മാരുടെ വീട്ടിൽ വെച്ച് പൂജ ചെയ്തുകൊണ്ട് ഈ ശബരിമലയിലേക്ക് കൊടുക്കേണ്ട തുക എന്ന് പറഞ്ഞുകൊണ്ട് തുക വാങ്ങുകയും ആ വാങ്ങുന്ന തുക ശബരിമലയിലേക്ക് എത്തുന്നില്ല എന്നുള്ള സത്യം നമുക്കറിയാം സ്വാഭാവികമായി. അത് പങ്കുവെച്ചെടുക്കുകയും ചെയ്യുന്നത് ഏതറ്റം വരെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി എന്തായാലും വിദേശ രാജ്യങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികൾ ഇതിനെ വിൽപ്പനയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര കോടി രൂപയ്ക്കാണ് ഇതൊക്കെ വിൽപ്പന നടത്തുന്നതെന്നും ഇതിൻ്റെ പങ്കുകൾ എവിടേക്ക് എത്തിച്ചേരുമെന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഇടതുപക്ഷം വളരെ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മുരാരി ബാബുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ ഘട്ടത്തിലേക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചർച്ചകൾ വന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ പത്മകുമാറിനെ അടക്കമുള്ള ആളുകളെല്ലാം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. കാരണം കഴിവില്ലാത്ത ഒരു സർക്കാർ ഇത്തരം പദവിയിലേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഉദ്യോഗസ്ഥരും അവരുടെ പദവിയിലിരിക്കുന്ന പ്രസിഡന്റുമാരടക്കമുള്ളവർ ഇതിനെ ചൂഷണം ചെയ്യുന്നതിനെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് നമുക്ക് നിലവിലുള്ളത് എന്ന് മാത്രമല്ല, അതിനെ കണ്ടെത്തിയത്, അതിനെ കണ്ടുപിടിച്ച് SIT രൂപീകരിച്ചതിൽ LDF സർക്കാരിൻ്റെ യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, അത് ഹൈക്കോടതി നേരിട്ട് ചെയ്തതാണ്. അത് ഇടത് പ്രതിനിധി കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപേ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടായിരുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓരോരോ ചർച്ച ചെയ്തത് തന്നെയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെയുണ്ട്. ഇന്ന് രാജസ്ഥാനിലും തെലങ്കാനയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നായിരുന്നു. വൻ വിജയം നേടിയതാണ്. അപ്പോൾ അതൊന്നും ചർച്ചയിൽ വരില്ല. കാരണം ആശയപരമായി നമുക്ക് എന്തും പറയാം. ആശയപരമായുള്ള ഒരു പ്രശ്നം പറയാം. അദ്ദേഹം ഉന്നയിച്ചൊരു വാക്കും ഇന്ത്യ എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ അതൊക്കെ ഉന്നയിക്കുന്നത് ഏത് വിഭാഗക്കാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ED കടന്നുവരവ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. EDയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് തുടക്കകാലം മുതൽ ഈ പ്രയാസം അനുഭവിച്ച സമയം മുതൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ തന്നെയാണല്ലോ. അപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണല്ലോ ഇപ്പോഴും BJPയുടെ പ്രസിഡന്റ് അന്നും. അപ്പോൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന സമയത്ത് മാത്രമായ ഒരു EDയുടെ കടന്നുവരവിനെയാണ് ഞാൻ സംശയിക്കുന്നത്. മറ്റൊന്നുമല്ല, EDക്ക് കടന്നു വരാം. EDക്കെന്നല്ല, ഇന്ത്യയിലുള്ള ഏത് ഏജൻസിക്കും ഇത് അന്വേഷിക്കാം. ആ അന്വേഷണത്തിൽ കൃത്യമായ അവരുടെ പ്രാതിനിധ്യം അവരവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അതിന് സത്യസന്ധത ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. EDയിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. EDയിൽ പൂർണ്ണമായ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ. അതേസമയം ED കടന്നു വന്നിരിക്കുന്നത് ഒരു BJP CPM ബാന്ധവത്തിൻ്റെ ഒരംശം അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന സമയത്ത് ചോദിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാവും. അതേ സമയത്ത് ഒരിക്കലും കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനിവിടെ ഇരുന്ന് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് ഞങ്ങളിവിടെ ഒരു പത്മകുമാറിലൊന്നും അവസാനിപ്പിക്കാൻ കോൺഗ്രസോ UDFോ തയ്യാറല്ല. ഞങ്ങളിത് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അന്വേഷണം എത്തിച്ചേരേണ്ടത് ദേവസ്വം മന്ത്രിയിലേക്ക് തന്നെയാണ് എത്തിച്ചേരേണ്ടത്. കഴിഞ്ഞ കാലയളവിൽ നടന്നിരിക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും പുറത്തു വരണം. അതല്ലാതെ യാതൊരു കോംപ്രമൈസും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. രാജേഷ്, ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ നിസ്സാരമായി തള്ളാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് അഴിമതി നിരോധന വകുപ്പ് കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു നാടകമോ ഒന്നും അല്ല. ഇതെല്ലാം നിയമത്തിന് മുന്നിൽ തന്നെ വരികയാണ്. അതോടൊപ്പം ഈ പറഞ്ഞ SIT സംഘവും ഹൈക്കോടതി നിയോഗിച്ചതും SIT കണ്ടെത്തിയതുമായുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ രജിസ്റ്ററുകൾ കാണാതായ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അങ്ങനെ എല്ലാം ഇത് കേരള പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ ഒരു കാര്യം, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ സുഗമമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം ആരിലേക്കൊക്കെ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഇരുന്നുള്ള ചില പ്രവചനങ്ങൾ, നിരീക്ഷണങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അന്വേഷണം നടക്കുന്ന അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കതിൻ്റെ മെറിറ്റിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കതിനെ പരിശോധിക്കാൻ പറ്റുള്ളൂ. അല്ല, അതിന് ശേഷം മാത്രമേ ഉള്ളൂ. പോറ്റിയല്ല ആരറസ്റ്റിലായാലും അതിനുശേഷം വരെ വന്നപ്പോഴും വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, വാസുവിനെ വിട്ടയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതിയത് ഇനി ഇതിവിടെ നിൽക്കും. പക്ഷേ നിൽക്കുമോ നിൽക്കില്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിൽക്കുമോ നിൽക്കില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള, ജനങ്ങൾക്കെല്ലാം വളരെ വിശ്വാസ്യമായിട്ടുള്ള, ഒരു തരത്തിലുള്ള തർക്കത്തിനും ഇട നൽകാതെ, ഒരു പഴുതുമില്ലാതെ ആണ് ഇതിനകത്ത് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയോ കട്ടളപ്പടിയോ ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്.
ഇതിൽ കേരള ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത SIT ഏതോ സ്വർഗ്ഗലോകത്തുനിന്ന് വന്ന ഒന്നാണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ കേരള പോലീസിൽ തന്നെയുള്ള ഇതാണ്. അപ്പോൾ ഇതിൽ കേരള ഗവൺമെൻറ്റിന് ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്നാണ്, എന്തോ ഒരു ആകാശത്തു നിന്ന് വന്ന ഒരു പ്രത്യേക സംഘമാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് CPM BJP ബന്ധം എന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന വർത്താനം പറയരുത് ദൈവം. ചിരിപ്പിക്കരുത്, നമ്മളെ കൊണ്ട് എന്താണെന്നറിയോ, ചിരിപ്പിക്കരുത്. കാരണം അദ്ദേഹം അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ സംസ്ഥാനങ്ങളിലൊക്കെ അതായത് എന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് കൃത്യമായി ഒരാൾ പറയുമ്പോൾ അതിനിടയ്ക്ക് കയറി പറയരുത്. കുറെ മുന്നേ തന്നെ സൂചിപ്പിച്ചു. അല്ല ഞാൻ എന്റെ മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് പറഞ്ഞ് ഞാൻ അവസാനിക്കും. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാതെ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ നമുക്കെല്ലാം ഇത് സംശയം തോന്നുന്നുണ്ട്. സ്വാഭാവികം. എന്ത് സംശയം തോന്നാനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി അല്ല എന്ത് സംശയമാണ് തോന്നുന്നത്? ഇന്ത്യ മുന്നണി BJPയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതായിട്ട് നമുക്കത് തോന്നുന്നു. ബിജെപിയുടെ വിഷയത്തിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥടക്കം ഇതിന് വലിയ ആശംസകൾ നേർന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഒരു രാത്രി കൊണ്ട് എടുത്ത് അകത്തിടുന്ന ED ഇവിടെ വരുമ്പോൾ മുട്ടിടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുണ്ട്, നിങ്ങൾ തന്നെ സംസാരിക്കാൻ ഞാനിത് ഇടപെടേണ്ടതായതുകൊണ്ട് ഇടപെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ത്യ എന്നാണ് പറയുന്നത്, അല്ലാതെ NDA എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ അറിയാവുന്നതും കേരളത്തിലുള്ള സമൂഹങ്ങൾക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണി പരാജയപ്പെടുമ്പോൾ അതിൽ ദുഃഖിക്കുന്ന ആളുകളല്ല. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വലിയ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മതനിരപേക്ഷത അത് നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കും. അതെ, നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ മുന്നണി തോൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അസ്വസ്ഥരാകുന്നില്ല എന്നാണ് പറയുന്നത്. അതാ പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ മുൻപ് ആവർത്തിച്ചത്. ഇന്ത്യ മുന്നണി മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഫാസിസത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം വളരെ കൃത്യമായി ഇന്ത്യയിൽ പലതരം മാർഗങ്ങളിലൂടെ, പലതരത്തിലുള്ള കുൽസിത പ്രവർത്തികളിലൂടെ, പലതരത്തിലുള്ള ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതിനെ സംബന്ധിച്ചൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ആവലാതിയില്ല. എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെയെങ്കിലും അവരെ കുരിശിലേറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഓരോ ഘട്ടം കഴിയുമ്പോഴും അല്ല, കോൺഗ്രസിൻ്റെ പ്രതി തന്നെ പറഞ്ഞ് അതിന് പരാജയം BJPയും പിന്നെ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ ബാന്ധവമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം അത് തിരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്ന് എന്ന് പറഞ്ഞാൽ അവരവരുടെ തോൽവിയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. തോൽവി അല്ല അല്ലെങ്കിൽ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം വളരെ വ്യക്തമാണ്. എക്സാലോജിക് അടക്കം എവിടെ എത്തി എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യം കേസ് എത്രാമത്തെ വട്ടം മാറ്റി എന്ന് ജനങ്ങൾക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് BJP CPM ബാന്ധവത്തിന്റെ എനിക്ക് ക്ലാസ് എടുക്കില്ല. എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. BJPക്കും CPM ബാന്ധവമുണ്ട്. ആ ബാന്ധവം ശബരിമലയിൽ ആവർത്തിക്കുന്നു. ഞാൻ പറയുമ്പോൾ അതിന്റെ അകത്ത് കയറി ബഹളം ബഹളമല്ല, നിങ്ങൾ പറയുകയാണ്. അസ്വസ്ഥതയല്ലല്ലോ, വ്യക്തതയല്ലേ അതൊക്കെ. ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. LDF BJP മുന്നണി ഉണ്ട് എന്നൊക്കെ വെറുതെ ഇങ്ങനെ യാതൊരു തരം ഒരു അടിസ്ഥാനമില്ലാത്ത ചില വാദങ്ങൾ എയറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. തദ്ദേശ സ്വയം കഥ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ UDFന്റെ അവസ്ഥ എന്താണ്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് UDFന്റെ അവസ്ഥ എന്താ? ആദ്യം നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ.
അതാണ് ആദ്യം നിങ്ങൾ ചെയ്യുന്നത്. ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഒരു കൊള്ളക്കാരന്മാരും ഇരുന്ന് ചെയ്യുന്നതിനെ മിണ്ടാതിരുന്നിട്ട് ജയ് വിളിക്കണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞാൻ പറയട്ടെ, എവിടെയാണ് ഞാൻ പറഞ്ഞതിന് ശേഷം പറയൂ മിസ്റ്റർ. ഞാൻ പറയുന്നതിന് ശേഷം പറയൂ. എന്ത് ശരി? ഒരു ശരിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. സമയം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരും. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിച്ചോ? എനിക്ക് വേണമെങ്കിൽ കയറി ഇടപെടാൻ. നിങ്ങൾ എത്രയോ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒരു കാര്യം BJP CPM ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോൽവിയെ കൃത്യമായി പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് ഇപ്പോഴേ നടത്തിക്കൊണ്ട് ഇവിടെ സജീവമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ലല്ലോ പലയിടത്തും. ഇപ്പോ പത്മകുമാറിന്റെ ഇപ്പോ നമ്മൾ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അറിയുന്നത് പത്മകുമാറിന്റെ PA അടക്കമുള്ള ആളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. അത് പ്രതിനിധി ഇവിടെ പറയുന്നില്ല. ശരി, ഞാൻ പ്രൊഫസർ AG ജോർജിലേക്ക് പോവുകയാണ്. AG ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പത്മകുമാറിൻ്റെ വിഷയം വന്നപ്പോൾ പത്മകുമാർ 2 തവണയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ സാവകാശം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇത് പല പ്രോപ്പറായ കാരണങ്ങളുമല്ല ഇതിന് നൽകുന്നത്. കൃത്യമായ നിയമോപദേശം അദ്ദേഹം തേടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ പറഞ്ഞതുപോലെ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ നിർണായകമായ സംഭവവികാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എങ്ങനെ നോക്കിക്കാണാം? അല്ല, അന്വേഷണ കമ്മീഷന്റെ ഓരോ നടപടികളും ആ തരത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. ഇപ്പോൾ തന്നെ കേസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. താമസിയാതെ ഈ റാന്നി കോടതിയിൽ നിന്നൊക്കെ മറ്റ് കേസുകളും അന്വേഷണങ്ങളും ഒക്കെ വിജിലൻസ് കോടതിയിലേക്ക് കുറെ കൂടെ ഉയർന്ന റേറ്റിംഗ് ഉള്ള കോടതികളിലേക്കും ഏജൻസികളിലേക്കും അന്വേഷണം പോകുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ കേവല ബുദ്ധിയിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകളുടെയൊക്കെ ഉള്ള ഒരു കാലതാമസമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഇതിനകത്തുള്ള പങ്കാളിത്തത്തെ കുറിച്ച് നന്നായിട്ട് SITക്ക് ബോധ്യമായി കഴിഞ്ഞു. ഒരു സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ലല്ലോ, അതിനോട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് താൽക്കാലികമായി ചൊവ്വാഴ്ച വരെ മാത്രമേ അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായി അവരും ഇതിനകത്തെ പ്രധാന പ്രതിപട്ടികയിലുള്ള ആളാണ്. അവരിൽ നിന്ന് മൊഴിയെടുക്കണം. അവരെയും അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അറസ്റ്റ് ചെയ്യുമെന്നൊന്നും പ്രവചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഘട്ടം ഘട്ടമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ബിനു സൂചിപ്പിച്ചതുപോലെ ഇത് വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണ ശൃംഖലയായി മാറിയിട്ടുണ്ട്. അതിനകത്ത് ഉൾപ്പെടാൻ പോകുന്ന കണ്ണികൾ ആരൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് പ്രവചിക്കുക വയ്യ. പക്ഷേ ഇതിനകത്ത് ഉത്തരവാദിത്വം സ്വാഭാവികമായി നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു വകുപ്പിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം അതിന്റെ വകുപ്പിന്റെ മേധാവിക്കാണ് എന്നത് കേവലമായിട്ടുള്ള ഒരു സത്യമാണ്. ഇവിടെ വളരെ തമാശ തോന്നിയ ഒരു കാര്യം ബിനു ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ദേവസ്വം ബോർഡിന്റെ ഒരൊറ്റ ഫയല് പോലും മന്ത്രിയുടെ മുൻപിലേക്ക് വരാറില്ല എന്ന്. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പേരിൽ ഒരു മന്ത്രിയെ സ്ഥാപിച്ചിരിക്കുന്നത്? സാധാരണയായി നമ്മളൊക്കെ കേവലമായി മനസ്സിലാക്കേണ്ട, ഇതാരും പറയാത്ത ഒരു കാര്യമാണ്. ബിനു ശ്രദ്ധിക്കണം. നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ആ വകുപ്പിന്റെ കയ്യിലുള്ള കാര്യങ്ങൾ മുഴുവനായി ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണ്. അല്ലാതെ നമ്മുടെ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ഉരുവിടുന്ന പോലെ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊക്കത്തില്ല. ആത്യന്തികമായ ഉത്തരവാദിത്തം നമ്മുടെ ഭരണഘടന അനുസരിച്ചും ഭരണ സംവിധാനം അനുസരിച്ചും ഏത് വകുപ്പിന്റെ മന്ത്രിയാണോ ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഉത്തരവാദിത്തം ആ വകുപ്പ് മന്ത്രിക്കാണ് എന്നത് കേവലമായിട്ടുള്ള ഒരു സത്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുകയാണ്, ഒരൊറ്റ ഫയലും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല, വരുന്നതുമില്ല. അപ്പൊ ഇവിടുന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സമാന്തര ഗവൺമെന്റ് ആയിട്ടാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുൻ സമയങ്ങളിലൊക്കെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അടിയന്തരമായി ഇതുപോലെയുള്ള കൊള്ളയും വെട്ടിപ്പും നടക്കാതിരിക്കണമെങ്കിൽ
ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സമ്പ്രദായം എന്നേക്കുമായി അവസാനിപ്പിക്കണം. അത് ദേവസ്വം മന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പായി പ്രവർത്തിക്കട്ടെ. അതിന്റെ ഉത്തരവാദിത്വം IAS ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ സാധാരണ മറ്റു വകുപ്പുകൾ നടക്കുന്നത് നടത്തട്ടെ. ധനപ്രതിസന്ധി ഇരിക്കുകയാണല്ലോ കേരളം. ആ സാഹചര്യത്തിൽ അത്തരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് വന്നാൽ കുറേയേറെ സാമ്പത്തികമായി ലാഭിക്കാൻ കഴിയും. അത് മാത്രമല്ലല്ലോ ബിനു, ഇതിനകത്ത് ഒരു വൈരുദ്ധ്യം കൂടെ കാണണം. അതുകൊണ്ട് എന്നെ പറയാൻ അനുവദിക്കണം. അതായത് ഈ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന ദേവസ്വം വകുപ്പിനകത്തെ പ്രധാനമായിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ ഭരണമാണല്ലോ. ക്ഷേത്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈശ്വര വിശ്വാസികളാണല്ലോ. ഇവിടെ കാണേണ്ട ഒരു വലിയ വൈരുദ്ധ്യം, ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു വൈരുദ്ധ്യം, ഈശ്വര നിഷേധികളായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഈശ്വര വിശ്വാസികളുടെ അമ്പലങ്ങളെ ഭരിക്കുന്നത്. ഇത് ലോകത്തെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈശ്വര നിഷേധികളാണ്. കാരണം അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും ഈശ്വരന്റെ നാമത്തിലല്ല ഈ ഇടതുപക്ഷ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഈശ്വര നിഷേധികളാണ്. അവർ അമ്പലത്തിൽ പോകുന്നതല്ല. അഥവാ ആരെങ്കിലും പോകുന്നെങ്കിൽ രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ അവർ പറയുന്നത് എന്താണ്? മാർക്സിയൻ സിദ്ധാന്തം അനുസരിച്ച് ഈശ്വര ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കേവലമായ ചോദ്യം പൊതുസമൂഹത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈശ്വര നിഷേധികൾ, ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിന് ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാനായി പോകുന്നു? അത് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട കമ്പനി നിയമം അനുസരിച്ച് ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഭരണഘടന അനുസരിച്ച് വിശ്വാസികൾ ഉൾപ്പെടുന്ന ട്രസ്റ്റുകൾ ഭരിക്കട്ടെ. അതിന്റെ മേൽനോട്ടം മാത്രം വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടത്തട്ടെ. അത് ഇവിടെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പൊ തീരുമാനമെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നത് സാങ്കേതികമായും നിയമപരമായും ശരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അത് ഈ ദേവസ്വം മന്ത്രിക്ക് മാത്രമല്ല, ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിയോഗിക്കുന്ന ആളുകളാണല്ലോ ദേവസ്വത്തിന്റെ പ്രസിഡന്റായും അംഗങ്ങളായും കാലാകാലങ്ങളിൽ വരുന്നത്. അത് UDF കാലത്താണെങ്കിലും ശരി, LDF കാലത്താണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളല്ലേ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലും ഒക്കെ കോട്ട അനുസരിച്ച് പാർട്ടിയുടെ അംഗങ്ങളെ നിയോഗിക്കുന്നത് പോലെയല്ലേ ദേവസ്വം ബോർഡ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുനഃസംഘടിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താണ്? K. ജയകുമാർ IAS റിട്ടയർ ഉദ്യോഗസ്ഥനോടൊപ്പം ഇരിക്കുന്ന 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരാണ്? ഇന്നലെയല്ലേ CPIയുടെ പ്രതിനിധിയാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇരിക്കുന്നത് ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധിയാണ്, അത് CPMന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഈ കടത്തിലുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈശ്വര നിഷേധികളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കൈയിട്ട് പോകുന്നതിനകത്ത് രാഷ്ട്രീയ അധാർമികതയുണ്ട്. അതുകൊണ്ടാണ് ഈ മോഷണമൊക്കെ നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായി സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് എന്നതാണ് ഇതിന്റെ സമവാക്യം. അങ്ങനെ വരുമ്പോൾ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ സാധ്യമല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അവരാണ് ഒപ്പിട്ട് മിനിറ്റ്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ മാത്രമേ ആ മിനിറ്റ്സിന് അംഗീകാരം ഉണ്ടാവുകയുള്ളൂ. അത്തരം ഉത്തരവാദിത്വം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഉത്തരവാദിത്വം ഒഴിയാൻ കഴിയുക? അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കാണേണ്ടത്, ഈ അന്വേഷണം ന്യായമായ രീതിയിൽ പോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡിലെ സമസ്ത ആളുകളും പ്രസിഡന്റും അതിനകത്തെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിനകത്ത് പരിമിതപ്പെടുത്തി അവർക്ക് രക്ഷപ്പെട്ടു പോകാമെന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ഈ അന്വേഷണം സാധാരണഗതിയിൽ വ്യക്തമാണ്. രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാസുവിലേക്ക് എത്തിയപ്പോൾ ഒരു മന്ദഗതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നു. അതിനുശേഷം വാസു അറസ്റ്റ് ആകുമോ എന്നുള്ളൊരു സംശയം നിലനിന്നു. കാരണം വാസുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയിൽ വളരെ ശക്തനാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അത്രയധികം സ്വാധീനമുള്ള ഒരു ഉന്നതൻ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുണ്ടോ എന്ന് പോലും സംശയമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പത്മകുമാറിനെ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. CPMലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്നുള്ള സൂചനയും പാർട്ടി നേതാക്കളാണ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെ കാണാം ഇതിനെ? വ്യക്തമായി നമ്മൾ തുടക്കം മുതൽ സംസാരിച്ച് വന്ന മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് മുതൽ തുടങ്ങിയ ചർച്ചയിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഇതിനകത്ത് പാർട്ടിയുടെ പങ്ക്. അപ്പോൾ AKG സെൻറ്റർ വളരെ അസ്വസ്ഥമാണ് ഈ അറസ്റ്റുകൾക്ക് ശേഷം. തുടക്കം മുതലേ ഒരു അറസ്റ്റ് ഒഴിവാക്കി വളരെ വ്യക്തമല്ലേ? ചെമ്പ് എന്ന് എഴുതി
ഒരു കൊള്ളയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയത് ആരാണ് എന്നുള്ളത് പൊതുസമൂഹം വളരെ കൃത്യമായി വിലയിരുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ചെമ്പെന്ന് എഴുതിക്കൊണ്ട് വലിയൊരു തട്ടിപ്പ്, വലിയൊരു മോഷണം അവിടെ നടത്താനായി അവിടെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് CPMൻ്റെ നേതൃപദവിയിലിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ യാതൊരു തരത്തിലും വിശ്വാസത്തിലെടുക്കാതെ തന്നെയാണ് ഹൈക്കോടതി ഈ SIT രൂപീകരണത്തിലേക്ക് പോയിരിക്കുന്നത്. SIT കേരള പോലീസിൻ്റെതല്ലേ എന്ന് ചോദിച്ചാൽ കേരള പോലീസ് അല്ലാതെ വെളിയിൽ നിന്നൊരു അന്വേഷണ ഏജൻസി ഹൈക്കോടതിക്ക് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അന്വേഷണം നടത്താൻ കഴിയില്ല. അതിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അത് അന്വേഷണം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു ഇടപെടലും സർക്കാരിന് നടത്താൻ കഴിയില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന വിദ്യാഭ്യാസമുള്ള കേരള ജനതയ്ക്ക് മനസ്സിലാകും. അവിടെ വളരെ വ്യക്തമാണ് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയതടക്കം ഈ ഉന്നതരുടെ ഇടപെടലുകൾ. അപ്പോൾ ഇത് സ്മാർട്ട് ക്രിയേഷനിലേക്ക് അയക്കുന്ന സമയത്ത് സ്മാർട്ട് ക്രിയേഷൻ തന്നെയാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. ഒരു ചെറിയ ഒരു വർക്കെങ്കിൽ അതിൻ്റെ മുകളിൽ നടന്നാൽ ഞങ്ങളത് എടുക്കില്ല, അതിൻ്റെ സ്വർണം പൂശൽ പൂർണ്ണമായ കോൺട്രാക്റ്റ് മാത്രമാണ് അവരെടുക്കാറുള്ളത് എന്ന് റിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ വ്യക്തമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രസിഡൻ്റല്ല, അതിന് മുൻപത്തെ പ്രസിഡന്റിനും ഉൾപ്പെടെ അതിൽ പങ്കുണ്ട്. എന്ന് വെച്ചാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും മോഷണവും അവിടെ നടന്നു കൊണ്ടേയിരിക്കുകയാണ്. അന്നത്തെ ചർച്ചയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഇന്ന് നമ്മൾ ശബരിമലയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇരിക്കുന്ന എത്ര ക്ഷേത്രങ്ങളിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടന്നു വരുന്നത് എന്നുള്ളത്, നടന്നിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. പല ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ പരാതികളുമായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം CPMകാർ എല്ലാവരും ഞാൻ ചോദിക്കുന്നത്, CPMകാർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നിലേക്ക് വരാൻ തയ്യാറുള്ള എത്ര പേരാണ്? രാഷ്ട്രീയ നിരീക്ഷകനായ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ജോർജ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസികളല്ലാത്ത വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥരും വലിയൊരു വിഭാഗം മന്ത്രിമാരടങ്ങുന്ന വലിയൊരു വിഭാഗമാണ് ഈ പറയുന്ന വകുപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പോലും ഫയലുകൾ എത്താത്ത തരത്തിലേക്ക് അവിടെ വേറൊരു തരത്തിലുള്ള ഒരു പാരലൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പാരലൽ ബോഡി റൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? അത് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം ഇവിടെ ഉണ്ടായി കാലാകാലങ്ങളായി വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് അവിടുത്തെ ഡെവലപ്മെൻറ്റിനും അവിടുത്തെ പുരോഗതിക്കും വേണ്ടി വിശ്വാസികൾ ഇടുന്ന പണമല്ലേ ഇവർ തട്ടിയെടുക്കുന്നത്? ആ വിശ്വാസികളുടെ വിശ്വാസത്തിനെയല്ലേ വഞ്ചന ചെയ്യുന്നത്? ആ ക്ഷേത്രത്തിലിരിക്കുന്ന പവിത്രതയല്ലേ ഇവർ നശിപ്പിക്കുന്നത്? ഇതിന് വ്യക്തമാണ് അതിൻ്റെ തിരിച്ചടി കിട്ടിയിരിക്കും. യുവതീ പ്രവേശന സമയം കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നോക്കി കണ്ടതാണ് 19 സീറ്റിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നുള്ളത്. ജനത്തിൻ്റെ പ്രതിഷേധം അതിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. കൃത്യമാണ്, വ്യക്തമാണ്. അവർ ജനം പ്രതിഷേധിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇല്ല എങ്കിൽ നേപ്പാളിലടക്കം ശ്രീലങ്കയിലടക്കം നടന്നിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം തെരുവുകളിൽ ഈ സർക്കാരിന് കാണേണ്ടി വരും. രാജേഷ് ചിറപ്പാട്, ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ SIT പല രേഖകളും പല രജിസ്റ്ററുകളും ചോദിക്കുമ്പോൾ അത് ദേവസ്വം ബോർഡ് കൈമലർത്തുകയാണ്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഈ ഫയലുകളൊന്നും മന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു ഇല അനങ്ങുന്നത് പോലും അവർക്ക് അദ്ദേഹത്തിന് അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ മന്ത്രി അറിയാതെ പോകുന്നു. പിന്നെ ഈ സംവിധാനം എന്തിനാണ്? നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജൊക്കെ പറഞ്ഞതുപോലെ ഒരു IAS ഓഫീസറെയും കുറച്ച് ആ രീതിയിലൊരു ഉദ്യോഗസ്ഥ തലത്തിൽ അതിനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വലിയ സ്വർണ്ണാഭരണങ്ങളുടെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഈ അമ്പലത്തിലുള്ള വസ്തുക്കളുടെയും ഒക്കെ ഒരു കൃത്യമായ രേഖ വേണ്ടതല്ലേ? ശരിക്കും പറഞ്ഞാൽ 2019 ശേഷം, അതായത് 2021 ശേഷമുള്ളതിൻ്റെ രജിസ്റ്ററുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പലപ്പോഴും ഈ SIT അന്വേഷിക്കുന്ന ഒരു രേഖകളും കാണുന്നില്ല. അതോടൊപ്പം ചെമ്പെന്ന് എഴുതി ചേർത്തത് വാസുവാണ്. അത്തരത്തിൽ വളരെ ഒരു നിസ്സാരപരമായി ഇതിനെ കാണുന്നതിനെ എങ്ങനെ കാണാൻ കഴിയും? ഇതിൻ്റെ അകത്ത് 2-3 പ്രസക്തമായ കാര്യങ്ങളുണ്ട്. അത് പലതവണ അതിനെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഈ ബോർഡിൻ്റെ സ്വഭാവം, ഇതിന് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത്? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പലതവണ വ്യക്തമായിട്ടുള്ളതാണ്, പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വ്യത്യസ്തമായ ഐഡിയോളജികളുണ്ടാകും.
ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ പിന്നെ സമൂഹമാണ് നമ്മുടേത്. ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ വിശ്വാസിയാകാനും അവിശ്വാസിയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും വ്യക്തിപരമായി ഉണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി സംഘടനാ സ്വാതന്ത്ര്യം ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിരീശ്വരവാദപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അപ്പം അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, അപ്പം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു കാര്യമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് നിൽക്കുന്ന ഇടതുപക്ഷം ഇടപെടുന്നതിന് ഒരു ഇടപെടൽ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പം ഇടതുപക്ഷ നേതാക്കന്മാരുടെയോ ഇടതുപക്ഷ മന്ത്രിമാരുടെയോ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമല്ല ഇത്. കാരണം അവർ സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ് അതിൻ്റെ പേര്, കേരള ദേവസ്വം ബോർഡ് എന്നല്ല. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് കുറച്ച് ദീർഘമായ കാര്യമാണ്, അത് ചരിത്രപരമാണ്. അപ്പം അത് ചരിത്ര കുതുകികൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇത് ഒരു സ്വതന്ത്ര ബോഡി എന്നുള്ളത് മൈനറായി ദേവനെ കാണുകയും ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി കോടതി അടക്കമുള്ള ഭരണ സംവിധാനങ്ങൾ നിർത്തിക്കൊണ്ട് ഇതിൽ നമുക്ക് അതിപ്പം സ്വതന്ത്രമായൊരു ബോഡിയാണത്. അപ്പം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭരണ ചുമതല വഹിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്ത് ഗവൺമെൻറ്റിന് ഉപയോഗിക്കാനോ, ഗവൺമെൻറ് ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട്, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും നടത്തും. അല്ലാതെ ഇവരുടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെയോ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ആ ജനാധിപത്യപരമായി വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെ നിലവിലുള്ള ഇത്തരത്തിലുള്ള ബോർഡുകൾ, ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് പോലുള്ള കാര്യങ്ങൾ ഇതിനെ വളരെ ഡെമോക്രാറ്റിക്കായി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു സംവിധാനമാണിത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 2019 ഈ നിർബന്ധപൂർവ്വം ഈ കോടതി വിധി നടപ്പാക്കാനൊക്കെ ധൃതി വെക്കുകയും അങ്ങനെയുള്ള പോകേണ്ടതാണെങ്കിൽ അങ്ങനെയല്ല. ഇതിപ്പം കോടതി വിധി നടപ്പാക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ തെരഞ്ഞെടുപ്പ്. അർദ്ധരാത്രിയിൽ പോലീസിനെ തലയിൽ മുണ്ടിട്ട് പോലീസിനെ ഉപയോഗിച്ച് അർദ്ധരാത്രി കൊണ്ടുപോയി കയറ്റിക്കൊണ്ടാണോ കോടതി വിധി നടപ്പാക്കുന്നത്? കോടതി വിധി നടപ്പിലാക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് നടപ്പിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യേക താല്പര്യം ഇവിടെ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ഒരു നിലപാടില്ല. ഇടതുമുന്നണിക്ക് ഏതായാലും ഇല്ല. അപ്പം നിങ്ങൾ ഇതിന് പിന്നെ സംഘപരിവാർ ശക്തികളും BJP ഒക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. എന്തോ ജനങ്ങൾ അതിന് വോട്ടിലൂടെ മറുപടി വോട്ടിലൂടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അത് സ്വാഭാവികമായിട്ട് തന്നെ അല്ലായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും ആര് പറഞ്ഞു? 19 സീറ്റൊക്കെ നേടുക അങ്ങനെ ഒരു സംവിധാനം അതിനുശേഷം സിപിഎമ്മിന്റെ കമ്മിറ്റികൾ ഒക്കെ തന്നെ പിന്നീട് അത് വിലയിരുത്തിയുണ്ടായി. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന രീതിയിൽ പറഞ്ഞല്ലോ. അല്ല, വീഴ്ച പറ്റിയോ ഇല്ല എന്നുള്ളതൊക്കെ അത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. അത് അവിടെ നിൽക്കുന്ന കാര്യമാണ്. അല്ല, അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അല്ലാതെ ഇതെല്ലാം അപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാനിത് പറയാൻ കാരണം താങ്കൾ ഈ പഴയ വ്യവസ്ഥാപിതമായ ജനാധിപത്യ സമ്പ്രദായങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വ്യവസ്ഥാപിതമായ ജനാധിപത്യം പലതരത്തിലുള്ള നമ്മൾ ഒരുപാട് അനാചാരങ്ങൾ ഇതുപോലെ നിയമനിർമ്മാണങ്ങളിലൂടെയാണ് മാറ്റിയിട്ടുള്ളത്. പല ആചാരങ്ങളെന്ന് വിശ്വസിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിയമനിർമ്മാണത്തിലൂടെയും ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും ബഹുജന സമരങ്ങളിലൂടെയാണ് ഇത് പല തരത്തിലുള്ള കേരളത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു നവോത്ഥാന കേരളത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചത്. ഈ നിലയിൽ നമ്മൾ വലിയ രീതിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങളായി കേരള മോഡൽ എന്ന തരത്തിൽ മലയാളികൾ എന്നുള്ള ഒന്ന് ഉയർന്നു നിൽക്കുന്നതിൽ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. വിദ്യാഭ്യാസത്തിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അല്ല, പക്ഷേ ഇതിൽ അങ്ങനെയല്ല. പാർട്ടി പിന്നോട്ട് പോയി. ഇതിൽ പാർട്ടി പിന്നോട്ട് പോവുക മാത്രമല്ല, പാർട്ടി 4 വോട്ടിന് വേണ്ടി
ഒരു നിലപാടുകളും മാറ്റുന്നില്ല എന്ന് പിണറായി വിജയൻ തന്നെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കാറിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ വലിയ അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കൂട്ടുമ്പോൾ ആ നിലപാട് മാറ്റം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലാതെ വിശകലനം ചെയ്യുന്ന പോലെ 4 അയ്യപ്പ വോട്ടിന് വേണ്ടിയാണോ 4 വോട്ടിന് വേണ്ടിയാണോ അയ്യപ്പ സംഗമം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇതേ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. രണ്ട് നിലപാടില്ലേ അതിൻ്റെ അകത്ത്? അങ്ങനെയാണ് 4 വോട്ടിന് വേണ്ടിയാണെങ്കിൽ നമ്മളത് ഹൈക്കോടതി നിലപാടിൽ നിന്ന് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലോ. പെട്ടെന്ന് ഒരാൾ നമുക്ക് പറ്റിയ രീതിയിൽ നമ്മളൊരു കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്തായിരിക്കണം? ചരിത്രപരമായിരിക്കണം, വസ്തുതാപരമായിരിക്കണം, നിരീക്ഷണം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണമായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ നിരീശ്വരവാദികളായ ഇത് എന്താണ് ഞാനത് കേട്ടിട്ടേ അത് കാരണം കുറേ കാലമായി നമ്മളത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. നിരീശ്വരവാദികളായിട്ടുള്ള ഇത് നിരീശ്വരവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിൻ്റെയും പ്രശ്നമല്ലത്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബോർഡ് എങ്ങനെയാണ് ജനാധിപത്യപരമായി അധികാരത്തിൽ, അത് ഏത് ഗവൺമെൻറ് ആയിരിക്കും, ഏത് ഗവൺമെൻറ് ആണെങ്കിലും, അത് നിരീശ്വരവാദ ഗവൺമെൻറ് ആണെങ്കിലും ഈശ്വരവിശ്വാസമായിട്ട് ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെൻറ്, അതിൽ നിന്ന് മതനിരപേക്ഷമാണ് നമ്മൾ ഗവൺമെൻറ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റാണ്. അതിൽ നിരീശ്വരവാദികളുണ്ടാകാം, ഈശ്വരവിശ്വാസികളുണ്ടാകാം, പലതരത്തിലുള്ള ആളുകളുണ്ടാകാം. അത് വേറൊരു അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് വളരെ അയുക്തിപരമായ കാര്യങ്ങൾ ആണ്. അത് അങ്ങനെയല്ല. അത് മെക്കാനിസം അതല്ല. ഈ വാദമുഖത്തെ എങ്ങനെ കാണാം? അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ എങ്ങനെ കാണാം? അദ്ദേഹം പോലും ഞെട്ടിപ്പോകുന്ന ഒരു താത്വികാചാര്യ വിശകലനമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രകൃതിയും. അദ്ദേഹം മാർക്സിസം എന്ന് പോയി വായിച്ച് പഠിച്ചിട്ട് വരണം. മാർക്സിസം പഠിച്ചിട്ട് തന്നെ സാറേ എന്താണ് മാർക്സിസം എന്നുള്ളത് പഠിച്ചിട്ട് വേണം ചർച്ചയിൽ വരാൻ. അല്ലാതെ ക്യാപ്സ്യൂളും കൊണ്ട് വന്ന് ചർച്ചയ്ക്ക് ഇരുന്നാൽ ഇതുപോലെയുള്ള വിദണ്ഡവാദങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ദയനീയ അവസ്ഥ അങ്ങേക്ക് വരും. അങ്ങനെ ഒരു താത്വികാചാര്യന്റെ പരിവേഷം, തത്വവുമില്ല, ആചാര്യവുമില്ല. മാർക്സിസത്തിൽ ഒരിക്കലും ഈശ്വരനെ ആരാധിക്കുന്ന വിശ്വാസികളുടെ ഭരണമൊന്നും കൈയെടുക്കണമെന്ന് കാർൽ മാർക്സ് പഠിപ്പിച്ചിട്ടില്ല. എന്റെ സഹാവേ, മതത്തിൽ നിന്ന് വിശ്വാസവും ഞാൻ പറഞ്ഞത് സാറ് പറയുന്നത് മാർക്സിസത്തിന്റെ അടിസ്ഥാന പ്രമാണം. താങ്കൾ മിണ്ടാതിരിക്കവിടെ. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. താങ്കൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം. മാർക്സിസത്തിന്റെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറുന്നപ്പോ പിന്നെ ഞാൻ എങ്ങനെ പറയുന്നത്? മാർക്സിസത്തിന്റെ ABC താങ്കൾക്ക് അറിയില്ല. താങ്കൾ ആരോ എവിടുന്നൊക്കെയോ ദേശാഭിമാനി വായിച്ച് മാർക്സിസത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുകയാണ്. മതവും വിശ്വാസവും രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും പാടില്ല എന്നാണ് അടിസ്ഥാനമായ മാർക്സിസത്തിന്റെ പ്രമാണമെന്ന് താങ്കൾ പറഞ്ഞു. ഭരണഘടന അനുസരിച്ച്, ഇന്ത്യയുടെ ഏത് ഭരണഘടന അനുസരിച്ചാണ് ക്ഷേത്രങ്ങൾ അതായത് സംസ്ഥാന സർക്കാരുകൾ ഭരിക്കണമെന്ന് വിവരിച്ചിട്ടുള്ളത്? അങ്ങ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നെ ഒന്ന് പഠിപ്പിക്കണം. താങ്കളെ വെല്ലുവിളിക്കുന്നു. സംസ്ഥാന സർക്കാരല്ലേ ഭരിക്കുന്നത്, ദേവസ്വം ബോർഡല്ലേ ഭരിക്കുന്നത്. ക്ഷേത്രഭരണം ക്ഷേത്രഭരണം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സംസ്ഥാന സർക്കാർ ഭരിക്കണമെന്ന് എവിടെയാണ്? ഏത് മതസ്ഥാപനങ്ങൾ അങ്ങനെ ഭരിക്കണമെന്ന് പറയുന്നത്? അപ്പൊ കക്കാനും മോട്ടിക്കാനും പരുവം കിട്ടുമ്പോൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ കുടിയിരുത്താൻ വേണ്ടി 2-3 തസ്തികകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലാതെ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ യാതൊരു ധാർമ്മികവും രാഷ്ട്രീയവും ഭരണഘടനാപരമായി അവകാശമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ തയ്യാറാണ്. അത് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. അക്കാര്യം മറിച്ച് ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പരമ്പരാഗതമായി കേരളത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. തിരുവിതാംകൂർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡുകളിലൊക്കെ ഈ പറയുന്ന സർക്കാരിന്റെ പറഞ്ഞു. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഏത് വകുപ്പിലാണ് ഈ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞ ഒരു വകുപ്പ് വന്നിരിക്കുന്നത്? എന്തിനാണ് ആ ദേവസ്വം മന്ത്രി അവിടെ ഇരിക്കുന്നത്? ദേവസ്വം മന്ത്രി എന്ന പേരിലാണ് സർക്കാരിന്റെ എല്ലാ രേഖകളിലും ഇന്നത്തെ ദേവസ്വം മന്ത്രി അറിയപ്പെടുന്നത്. ദേവസ്വം മന്ത്രിയാണ് എന്ന് താങ്കൾ ഒരു സമയത്ത് സമ്മതിക്കുകയും പിന്നെ പറയുകയാണ് അത് ദേവസ്വത്തിന്റെ മന്ത്രിയാണെങ്കിലും ദേവസ്വത്തിലെ മെമ്പർ ആണെങ്കിലും അവരുടെ വിശ്വാസമൊക്കെ അവരുടെ സ്വന്തം കാര്യമാണെന്ന്. നിങ്ങൾ എന്തിനാണ്? ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുത്തിയാണ് ശരണമയ്യപ്പ വിളിച്ചത്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? ഇന്ദിരാഗ് സിംഹാവ് എന്ന് വിളിക്കുന്ന മുഷ്ടി ചുരുട്ടി ഇവിടെ അയ്യപ്പ സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് മിക്കവാറും ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. അപ്പൊ പറയണം അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. എന്തിനാണ് ഈ തരത്തിലുള്ള വളരെ വിദണ്ഡവാദവുമായി രംഗത്ത് വരുന്നത്? ഞാൻ പറഞ്ഞതിനകത്ത് അടിസ്ഥാനപരമായ കാരണം നിങ്ങൾക്കിതിനകത്തുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം. ദേവസ്വം മന്ത്രി എന്ന് നിങ്ങൾ അറിയപ്പെടുന്നെങ്കിൽ ദേവസ്വം വകുപ്പിൽ നടക്കുന്ന ഇതുപോലുള്ള തീവട്ടിക്കൊള്ളയ്ക്ക് നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ നിൽക്കത്തില്ല. ഇവിടെ ആശുപത്രികളിൽ മരുന്നില്ലെങ്കിൽ പറയുന്നത് ആശുപത്രിയുടെ കുഴപ്പമാണ്, അവിടെ വേണ്ടത്ര ഇതില്
അലമാരി ഇല്ലാത്തതുകൊണ്ടാണ് മരുന്നില്ലാത്തതെന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി ഉള്ള ഒരു സംസ്ഥാനമാണിത്. അപ്പൊ നിങ്ങൾ ഈ സിസ്റ്റം ഫെയിലിയർ എന്നൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല. സിസ്റ്റം ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മോഷ്ടിച്ചതിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. നിയമത്തിന്റെ മുൻപിൽ ഈ കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോയതും ഈ സ്വർണത്തെ ചെമ്പാക്കിയതുമായിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ പ്രതിനിധികളായി ദേവസ്വം ബോർഡിൽ ഇരുന്ന പ്രസിഡന്റും അവിടുത്തെ മെമ്പർമാരും മറുപടി പറഞ്ഞെങ്കിലേ ഈ കേരള സമൂഹം നിങ്ങളോട് മാപ്പ് തരികയുള്ളൂ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ ഈ അന്തർദേശീയ വിഷയത്തിലേക്കൊന്നും പോകണ്ട. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്താ ചർച്ച ചെയ്യാത്തത്? അത് തെരഞ്ഞെടുപ്പ് ഈ ചാനലുകാരാണ് നിശ്ചയിക്കുന്നത് ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞു ബീഹാർ എന്താ എടുക്കാത്തത്? അദ്ദേഹത്തിന് തന്നെ ഇതിനകത്ത് പറഞ്ഞു നിൽക്കാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആകെയുള്ള ക്യാപ്സ്യൂളുകൾ ഞാൻ പറയുന്നത് പരമമായ ഉത്തരവാദിത്വം ഈ സർക്കാരിന്. ഞാൻ നിർത്തുന്നു ബിനു. പരമമായ ഉത്തരവാദിത്വം ഇതിനകത്ത് സർക്കാരിനുണ്ട്. സർക്കാരിന്റെ പ്രതിനിധികളായി ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുകൾക്കുണ്ട്. 2019 എന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും അത് തുടർന്ന് നടന്നു. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്ന് മാത്രമാണ് എനിക്കിതിനെ എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് പറയാനായി. യെസ്, രജിത്തിലേക്ക് വന്നാൽ, രജിത്ത്, ഈ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ചൊവ്വാഴ്ച വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കും. ഈ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാൻ, സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ നിർദ്ദേശം നൽകിയ ജയശ്രീ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും കൃത്യമായ പങ്ക് ഇതിലുണ്ട്. ഇപ്പോൾ മന്ത്രിക്ക് ഫയലുകൾ തൻ്റെ മുന്നിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് പോലെ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പക്ഷേ മറ്റൊന്ന്, എല്ലാവർക്കും ഉള്ള ഒരു സംശയം, ഇത് അന്വേഷണം ശരിയായ തരത്തിൽ പോകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടിയിൽ നടക്കുമോ? നമുക്കറിയാം, പല ലാവലിൻ അടക്കം അല്ലെങ്കിൽ എക്സാലോജിക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഇ ഡിക്ക് പോലും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ആ നോട്ടീസ് അടക്കം ആവിയായി പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായ കുറ്റവാളികളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള സംശയം എല്ലാവരിലുമുണ്ട്. തീർച്ചയായിട്ടും എത്തും. അതിന് പ്രധാനമായും പറയേണ്ടത്, ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. അപ്പോൾ അയ്യൻ്റെ മുതൽ കട്ട ഒരുത്തനും ഗുണം പിടിക്കില്ല എന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള വിശ്വാസികളായ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജയശ്രീ എഴുതി കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ വാസു എഴുതി കൊടുത്തത് എന്തായിരുന്നു? ചെമ്പാണ് എന്നാണ് എഴുതി കൊടുത്തത്. എന്ന് വെച്ചാൽ നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് ഇത് പിടിക്കപ്പെട്ടാൽ തന്നെ അവിടെ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ചെമ്പാണ് വിറ്റിരിക്കുന്നത്. ചെമ്പ് വിറ്റാൽ എന്താ പ്രശ്നം? എത്ര വരും? ഏറ്റവും കുറഞ്ഞ തുകയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഇതിനകത്ത് പ്രധാനമായും പറയേണ്ടത്, മുകൾ തട്ട് അറിയാതെ ഇതിനകത്ത് ഒരു താഴെത്തട്ടിൽ നടന്നിരിക്കുന്ന ഒന്നും തന്നെ ദേവസ്വം മന്ത്രി അടക്കം അറിയാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീ ജയകുമാർ സാറിനെ ഇപ്പോൾ പ്രസിഡൻ്റാക്കിയത്? അവരുടെ വിശ്വാസ്യത, ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയും ഇപ്പോൾ അവരുടെ മുമ്പിലില്ല. എന്തുകൊണ്ട് മറ്റൊരു ബ്യൂറോക്രാറ്റിനെ മുൻപേ അവരെന്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ജോർജ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്ക് കൊടുക്കുന്ന അപ്പോയിൻമെൻ്റാണ്. അദ്ദേഹം തന്നെ ഈ പ്രശാന്ത് തന്നെ കാലാവധി നീട്ടാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികം, നമ്മൾ മുൻപ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രശാന്തിന്റെ ഒരു വിവാദത്തിലേക്ക് നമ്മൾ അന്ന് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. ദേവസ്വത്തിന്റെ കാറുകളടക്കം അദ്ദേഹം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്തും ചെയ്യാം, സർക്കാർ ഉള്ളിടത്തോളം എന്തും ചെയ്യാം. പ്രയാർ ഗോപാലകൃഷ്ണ സാറ് പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങൾ നമുക്കും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണുകയാണ്. ഏതെങ്കിലും ഒരു അഴിമതി എടുത്ത് പറയാനുണ്ടോ ആ സമയത്ത്? ഏതെങ്കിലും അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താത്ത രീതിയിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പോയ സമയത്ത് ശബരിമല ഉണ്ടായിരുന്നു. എന്ന് ആ സർക്കാർ മാറി പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം തൊട്ട് അവിടെ വെപ്രാളം പിടിച്ച രീതിയിലാണ് ശബരിമല ഇല്ലാതാക്കണം എന്ന രീതിയിലേക്കാണ് ഈ LDF സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ മറ്റ് സംസ്ഥാനങ്ങളടക്കം വളരെ ഭക്തിയോടെ കാണുന്ന ഒരു സ്ഥലമാണ്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിൽ സർക്കാരുകളുടെ പങ്കുകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാലാകാലങ്ങളായി ഉണ്ടാക്കി വന്നിരിക്കുന്നത്. പക്ഷേ ഈ LDF സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ ഈ ശബരിമല ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവതീ പ്രവേശനത്തിലൂടെ അവിടെ നടപ്പിലാക്കിയത് എന്താണ്? ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. ശബരിമലയിൽ അയ്യപ്പനെ ഏതൊക്കെ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിൽ, അസാൻമാർഗമായ രീതിയിൽ വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു പരത്തുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെയും ഈ അവിശ്വാസികളായ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും പങ്കുണ്ട്. വ്യക്തമായി സോഷ്യൽ മീഡിയയിലൂടെ അത് ഈ അയ്യപ്പനെ യഥാർത്ഥം ഞങ്ങൾ വിശ്വസിക്കുന്നത് അതൊരു ദൈവമായിട്ടാണ്. വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ അത് പോട്ടെ, വിശ്വാസികളായ ആളുകളെ പോറലേൽപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്ന തരത്തിലും തന്നെ ഇടതുപക്ഷം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും ചുരുളുകൾ ഒന്നൊന്നായി അഴിയുകയാണ്. ഇപ്പോൾ ഇഡി കൂടി പിടിമുറുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വളരെ പെട്ടെന്നൊന്നും ഇതിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരാളെ പ്രതിയാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള മോഹങ്ങൾക്കൊക്കെ തിരിച്ചടി വന്നിരിക്കുന്നു. ഇപ്പോൾ പത്മകുമാർ പത്മവ്യൂഹത്തിന് പുറത്തേക്ക്. അപ്പോൾ ഈ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്തത്. കോൺഗ്രസ് പ്രതിനിധി രജിത് രവീന്ദ്രൻ, ഇടതു നിരീക്ഷകൻ രാജേഷ് ചിറപ്പാട്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.